പോയി ക്യൂ നിൽക്കണം എന്റെ കേശവ. ക്യൂ നിൽക്കാതെ പറ്റത്തില്ലല്ലോ. എന്റെ ഗുരുവായൂരപ്പ. കയ്യിലുള്ള കാശ് മുഴുവൻ വാങ്ങിച്ചിട്ട് കള്ള പോലീസിനെ വിളിക്കുന്ന ചില ഏർപ്പാടൊക്കെ ഉണ്ട്. പേടിക്കൊന്നും വേണ്ട, ഇവരത്രക്കാരൊന്നും അല്ല. ഞാനിതിൽ ആദ്യമായിട്ടാ. ഓ അത് ശരി. അപ്പൊ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? പിള്ളാച്ചടാവായി വരണം വരണം. ഇത്ര നേരം കാണാണ്ടായപ്പോ നമ്മൾ വിചാരിച്ചു നിങ്ങള് വരില്ലാന്ന്. ഞാൻ ബായിയെ മൊബൈൽ ട്രൈ ചെയ്തായിരുന്നു, കിട്ടണ്ടേ. മൊബൈലാ ഇപ്പൊ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഞാൻ തീരെ എടുക്കാറില്ല. ഇതാ ഞാൻ പറഞ്ഞ ഫ്രണ്ട് മോനിച്ചൻ, വലിയ മുതലാളിയാ. ഇത് നമ്മുടെ പാർട്ടിയാ. നിങ്ങൾ വരുന്നവരെ ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് കരുതി വിളിച്ചു വരുത്തിയതാ. മതിയടി കൊച്ചാ ഒരുങ്ങിയത്. ഇവരിതിന്റെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ഒന്നും അല്ല. കാശൊക്കെ പറഞ്ഞ പോലെ റെഡിയല്ലേ? പിന്നെ എന്നാ പിന്നെ താമസിക്കണം. പോയിട്ട് എനിക്ക് അല്പം ധൃതി. നമുക്ക് അപ്പുറത്തെ മുറിയിലോട്ടിരിക്കാം. മുതലാളി ഇവിടെ ഇരി, ഇത് ഞങ്ങൾ തമ്മിൽ നടത്തിക്കോളാം. അല്ല ഞാനും വരാം. എന്തിനാ? പുള്ളാച്ചാൻ വിശ്വാസമില്ലേ? നല്ല ഒറിജിനൽ നോട്ട് മാറി നിൽക്കും. 3 പേര് ഇവിടെയുള്ള ഏർപ്പാട് ശരിയല്ല. അതൊരു ഇതാ അല്ല പുള്ളാച്ച? എടീ കൊച്ചേ, ഇത് നമുക്ക് വേണ്ടപ്പെട്ട പാർട്ടിയാ. മുതലാളിയുടെ അടുത്ത് ഇടകിടന്ന് എടുത്തേക്കല്ലേ? വേണ്ട പിള്ളാച്ച, ഞാനും വരാം. ഞാൻ ഇങ്ങനെയൊന്നും പോയിട്ടില്ല. ആദ്യമായിട്ട് എല്ലാവരും ലിഫ്റ്റിൽ കയറി, എന്നിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ഇതും അങ്ങനെയൊക്കെ ഉള്ളൂ, വെറുതെ സമയം കളയല്ലേ. ഏയ് ധൃതി ഒന്നും വയ്ക്കണ്ട, ഇഷ്ടം പോലെ സമയമുണ്ട്. കാലത്ത് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോയാ മതി. അവക്ക് പിന്നെ ഗുരുവായൂർ വരെ വന്നിട്ട് തൊഴാതെ പോകുന്നത് എങ്ങനെയാ? അപ്പൊ പിന്നെ